ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ അതാ സാധാരണ പോലെ തന്നെ നേരത്തെ എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ. ബാക്കി എൻ്റെ നമസ്കാരം ഒത്തുമെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ കിച്ചണിലേക്ക് വരുന്നത്. ഇന്ന് കുട്ടികൾക്ക് സ്കൂളുണ്ടല്ലോ, അപ്പോൾ എപ്പോഴും അവർക്ക് ദോശയാണല്ലോ കൊടുക്കുന്നത്. അപ്പോൾ ഇന്ന് സ്പെഷ്യലായിട്ട് നമുക്ക് ചീസി എഗ്ഗ് ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതൊന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യാമെന്ന് കരുതിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ നമ്മൾ തക്കാളി ചട്നി ആക്കുന്നുണ്ട്. അതിൻ്റെ ആവശ്യമില്ല, പക്ഷേ ഞാൻ ആക്കുന്നുണ്ട്. കാരണം പ്ലെയിൻ ദോശ തിന്നണമെന്നുണ്ടെങ്കിൽ ചട്നി വേണമല്ലോ. അപ്പോൾ അതിലേക്ക് ആവശ്യമായ തക്കാളി, ഉള്ളി, കഷ്ണം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകാണ്. പച്ചമുളക് ഞാൻ പിന്നെ ഒരു ചുവന്ന് ആയത് തന്നെ അങ്ങോട്ട് എടുത്തിട്ടുണ്ട്, പച്ച എടുത്തിട്ടില്ല എന്നുള്ളൂ. പിന്നെ നമ്മൾ ചീസ് നിങ്ങൾക്ക് മൊസറല്ല ചീസ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യട്ടോ. എൻ്റെ കയ്യിൽ ഇതുള്ളൂ, അതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ നെയ്യ് ഉണ്ടല്ലോ, നമ്മൾ വീടിൻ്റെ അടുത്ത് തന്നെ അവർ ഹോം മെയ്ഡായിട്ട് നല്ല പശു നെയ്യാട്ടോ. അതാണ് അതിന് മുമ്പത്തെ വീട്ടിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാധാരണ ഞാൻ ഉഴുന്നും പച്ചരിയൊക്കെ വെച്ചിട്ടാണ് ദോശ ഉണ്ടാക്കുക. ഇത് പിന്നെ അനിയൻ കൊണ്ടുവയ്ക്കാൻ നിനക്കൊണ്ട് വിചാരിച്ച് ഇതുകൊണ്ട് പെട്ടെന്ന് മക്കൾക്ക് ഇഷ്ടപ്പെട്ടത് ആക്കാമെന്ന് കരുതിയിട്ടുണ്ട്. അവർക്ക് ഒരു മുമ്പ് ഒരു തവണ ഇത് ഉണ്ടാക്കി കൊടുത്തപ്പോൾ ഭയങ്കര ഇഷ്ടമായിരിക്കുന്നു. മോളനുസരിച്ച് കറിയൊന്നും കൂട്ടാത്തതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇതാ ദോശ ഏകദേശം ഒഴിച്ച് നല്ല, നമുക്ക് ഉപ്പൊന്നും ഇടേണ്ട ആവശ്യമില്ല, ഇതിൽ ഓൾറെഡി ഉപ്പ് ഉണ്ടാവും. പിന്നെ ഉണ്ടല്ലോ, ഈ വീഡിയോ കാണുന്ന കൂടെ തന്നെ എപ്പോഴും പറയുന്ന പോലെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പം കുട്ടികൾക്കുള്ള വെള്ളമൊക്കെ തയ്യാറായിട്ടുണ്ട്. ഇതന്നെ ഒരു പാന് വെച്ചിട്ട് നമ്മൾ ഈ ദോശയിലേക്കുള്ള ആദ്യം നമ്മൾ സ്പ്രെഡ് ആക്കുന്നത് മുട്ടാണല്ലോ, അപ്പോൾ അതൊന്ന് ചിക്കിയെടുക്കണം. അപ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ഓയിലോ വെളിച്ചെണ്ണ എന്തോ നിങ്ങൾ ഇഷ്ടം പോലെ അതിൽ കുറച്ച് ഉപ്പും കുരുമുളകും ഇട്ടിട്ട് നല്ല ഇളക്കിയെടുക്കാം കേട്ടോ. പിന്നെ ഈ എഗ്ഗിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ബീഫ്, ചിക്കൻ എല്ലാം ആക്കാം, നല്ല ടേസ്റ്റാണ് കേട്ടോ. അതുപോലെ തന്നെ സോസേജ് വെക്കാം. ഇതിന് മുമ്പ് ഞാൻ സോസേജ് വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷേ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എഗ്ഗ് വെച്ചിട്ടാണ് ഞാൻ കൂടുതലായിട്ടും, പെട്ടെന്ന് നമുക്ക് വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന മുട്ടയാണല്ലോ, അപ്പോൾ അത് വെച്ച് എങ്ങനെ കുട്ടികൾക്ക് ഒരു ഇഷ്ടപ്പെട്ട ലഞ്ച് തയ്യാറാക്കാമെന്നുള്ള. അധികം ഞാൻ ചോറ് തന്നെ കൊടുത്തയക്കാറ്, പക്ഷെ എപ്പോഴും കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് ഒരു ചടപ്പുണ്ടാവല്ലോ. അപ്പോൾ ഇന്ന് ഒരു വെറൈറ്റി ആക്കാമെന്ന് കരുതി. അപ്പോൾ അതാ കുരുമുളക് ഉപ്പൊക്കെ ഇട്ട് നന്നായി ചിക്കിയെടുക്കട്ടോ. അപ്പോൾ അത് ഏകദേശം തയ്യാറായിട്ടുണ്ട്. ഇതേ പാനിൽ തന്നെയാണ് ഞാൻ തക്കാളി ചട്നിക്കുള്ളതും ആക്കിയിട്ടുണ്ടായത്. നല്ല പഴുത്ത തക്കാളി ആണെങ്കിൽ നല്ല ടൈറ്റായി നിൽക്കും കേട്ടോ. പക്ഷേ എൻ്റേത് ഇന്ന് ചട്നി കുറച്ച് ലൂസായിട്ടുണ്ട്, പക്ഷെ നല്ല ടൈറ്റിലാണ് കൂടുതൽ ടേസ്റ്റ് വരും കേട്ടോ. അപ്പോൾ അതാ എനിക്ക് ചൂടൊന്ന് പോകാൻ ടൈമില്ലാത്തത് കൊണ്ട് ഞാൻ അങ്ങനെ തന്നെ മിക്സിയിലിട്ട് അടിച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ചൂട് പോയിട്ട് അടിച്ചാൽ മതിയേ. അപ്പോൾ അതാ വെളിച്ചെണ്ണ ഒഴിച്ച് കടുകൊക്കെ പൊട്ടിച്ചതിൻ്റെ ശേഷം കറിവേപ്പിലൊക്കെ ഇട്ടതിൻ്റെ ശേഷം ആ ചട്നി നമ്മൾ മിക്സിയിൽ അടിച്ച് വെച്ചിരുന്നത് അതിലേക്ക് ഒഴിക്കും കേട്ടോ. പിന്നെ ആവശ്യമായ ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട്, പിന്നെ ഇതിൽ ഒരു കാര്യം വീഡിയോ എടുക്കാൻ മറന്നുപോയി. നമ്മൾ കടുകിട്ട് തൂമിക്കുന്ന അതേ സമയം തന്നെ ഒരു ശകലം 2 പരിപ്പും 2 ഉഴുന്ന് പരിപ്പും കൂടി ഈ കടുക് പൊട്ടിക്കുന്നതിൻ്റെ കൂടെ തന്നെ ഇട്ടാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അത് പിന്നെ നമുക്ക് ചട്നിയിൽ കഴിക്കാനും ടേസ്റ്റാണ്. പിന്നെ ഉണ്ടല്ലോ, ഈ പാൻ എനിക്കൊരു അബദ്ധം പറ്റി കാണിച്ചു തരാണ്. ഞാനൊരു കപ്പ് കേക്ക് ഉണ്ടാക്കിയതാണ്. സംഭവം അടുപ്പത്ത് വെച്ചിട്ട് ഞാനങ്ങ് പോയപ്പോൾ മൊത്തം ഇങ്ങനെ കരിഞ്ഞു പോയിട്ടുണ്ടായി. അത് പിന്നെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തന്നാൽ, അപ്പോൾ നിങ്ങൾ കരുതൽ എന്താണിത് ബ്ലാക്ക് കളറിന്ന്. അപ്പോൾ അങ്ങനെ അബദ്ധം പറ്റിയത് കേട്ടോ. പിന്നെ ചില്ലി ഫ്ലെക്സ് ആണ്. ഇത് ഞാൻ തന്നെ കാശ്മീരിൻ്റെ ഇതുകൊണ്ട് ഇങ്ങനെ എടുത്താക്കിയതാണ്. പിന്നെ ഇതാ മുട്ട, നേരത്തെ ആക്കി വെച്ച മുട്ട. പിന്നെ നമ്മളെ ഓർഗാനൊക്കെയാണ് ഇതിലേക്ക് വേണ്ടിയത്. ഓർഗാനൊക്കെ ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി. എനിക്ക് പിന്നെ ഫ്ലേവർ ഇഷ്ടമായതിനെ കൊണ്ട് കുട്ടികൾക്കും ഇഷ്ടമാണ്, അപ്പോൾ അതാണ് അതിലേക്ക് ഇട്ടത് കേട്ടോ. സംഭവം പാനിലൊരു ഡിസൈനായിട്ട് ബ്ലാക്ക് കാണുന്നുണ്ട്. ഇങ്ങനെ ഒരുവിധം ആൾക്കാർക്ക് ഈ മറവിയുള്ളതിനെ കൊണ്ട് അബദ്ധം പറ്റും. എനിക്ക് മിക്കപ്പോഴും പറ്റുന്നൊരു അബദ്ധമായിട്ടത്, മറന്നു പോക്ക് ഗ്യാസ് വെച്ചിട്ട്. അപ്പോൾ അതാ നന്നായി കല്ല് ചൂടായതിന് ശേഷം ദോശ നന്നായി പരുത്താം. എന്നിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കട്ടോ. എന്നിട്ട് നമുക്ക് വേണ്ടിയ നേരത്തെ ഞാൻ കാണിച്ചു തന്നിട്ടതിന് തക്കാളിയും ഉള്ളിയും നമുക്ക് ആവശ്യത്തിന് സ്പ്രെഡാക്കാം. നിങ്ങൾക്ക് എങ്ങനെയാണ് ഇഷ്ടം അതുപോലെ ചെയ്യട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള മുട്ടയിടാം. അതിൻ്റെ മുകളിൽ നമുക്ക് ഈ ചില്ലി ഫ്ലെക്സ് കുറച്ചിടാം.
അതുപോലെ തന്നെ ഓറിഗാനോ ഇടും കേട്ടോ. സെൻറ്ററിലാക്കിയിട്ട് വെച്ച് കൊടുക്കുക. നമ്മൾ സൈഡിലേക്ക് ആക്കേണ്ട, കാരണം അതിങ്ങനെ മടക്കി കഴിക്കുമല്ലോ. അപ്പോൾ ഇങ്ങനെ സെൻറ്ററിൽ വെക്കണതാണ് ഏറ്റവും ബെറ്റർ. ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ച് കൊടുക്കുക. മറ്റേ ചീസാണെന്ന് വെച്ചാൽ ഏറ്റവും ബെറ്റർ ആട്ടോ, മൊസറല്ല ചീസാണെന്ന് വെച്ചാൽ. പിന്നെ നമ്മളെ കയ്യിൽ എന്താണുള്ളത് അത് വെച്ചങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ അത് ഏകദേശം നല്ല വെന്ത് വന്നിട്ടുണ്ട്. ആ സമയത്താണ് നമ്മളിത് മറിച്ചിട്ടിട്ട് ആ സൈഡും ഈ സൈഡായിട്ട് നല്ല വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ തന്നെ നമ്മൾ ചീസൊക്കെ നല്ല മെൽറ്റായി വരും കേട്ടോ. ചൂടോടെ കഴിക്കാനാണ് ഒന്നുകൂടി ടേസ്റ്റ്. പക്ഷേ ചൂടുള്ളതോട് കഴിച്ചാൽ സ്കൂളിൽ പോകുമ്പോൾ ആ ഒരു ടൈമിന് ചൂട് കിട്ടില്ല. പക്ഷേ എന്നാലും ടേസ്റ്റ് തന്നെയാണ്. നല്ല അമർത്തി ചുറ്റുഭാഗം നല്ല അമർത്തി കൊടുക്കുമ്പോൾ അത് തൊയ്യാൻ ചാൻസ് കുറവാട്ടോ. അവർക്ക് സ്കൂളിൽ പോയാൽ പെട്ടെന്ന് കഴിക്കാൻ പറ്റും, കട്ടാക്കി വെച്ച് കൊടുത്താലൊക്കെ. അപ്പോൾ അതാ സംഭവം നല്ല സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഓക്കെ ബൈ. അസ്സലാമു അലൈക്കും.